ധനഹായിക്ക് ശേഷം 4-ാം ഞായറാഴ്ച അഗ്നിമയനായ വിശുദ്ധ ഇഗ്നാത്തിയോസിനെ തിരുസഭ ഓർമ്മിക്കുന്ന ദിനം. 3 നോമ്പിന് ഒരുക്കമായി കടന്നുവരുന്ന ഞായറാഴ്ച. നാളെ മുതൽ 3 നോമ്പ് ആരംഭിക്കുന്നു. തിരുസഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. ശാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. കഫർനാമിലുള്ള ജായിറോസിൻ്റെ ഭവനത്തിൽ നിന്ന് യേശു തൻ്റെ സ്വദേശമായ നസ്രേത്തിൽ എത്തി. യേശു വളർന്ന ഗലീലിയൻ ഗ്രാമമാണ് നസ്രേത്ത്. പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെടാത്ത ഗ്രാമം. ലൂക്കാ സുവിശേഷകൻ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും സ്വദേശമായി നസ്രേത്തിനെ അവതരിപ്പിക്കുന്നു. മറിയം മംഗളവാർത്ത ശ്രവിച്ച നഗരം. മായത്തോ പെരുന്നാളിന് ശേഷം അഥവാ ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ച ശേഷം തിരികെ വന്ന് താമസിച്ചതും യേശു ശൈശവവും ബാല്യവും കൗമാരവും പിന്നിട്ടതുമായ സ്വദേശം നസ്രേത്ത്. ഈജിപ്തിൽ നിന്ന് മടങ്ങി നസ്രേത്തിൽ താമസിച്ച് നസ്രായൻ എന്ന വിളിപ്പേര് സ്വീകരിച്ച യേശു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു നസ്രേത്തിലാണ് വളർന്നതെന്ന് പറയുന്നില്ലെങ്കിലും മാമോദീസ സ്വീകരിക്കുവാനായി നസ്രേത്തിൽ നിന്നാണ് യേശു വന്നത് എന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം തിരുവചനം. മാമോദീസായ്ക്ക് ശേഷം നസ്രേത്തിൽ തിരിച്ചെത്തി യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് നസ്രേത്തിൽ നിന്നാണ്. നസ്രായൻ എന്നതിനർത്ഥം നസ്രേത്തിൽ നിന്ന് വന്നവൻ എന്നാണ്. നസ്രായൻ എന്ന പേര് യേശുവിൻ്റെ വാസസ്ഥലത്തെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നസ്രേത്തിലായിരുന്നതുകൊണ്ട് യേശു നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടു. ജനക്കൂട്ടം യേശുവിനെ നസ്രായനായ യേശു എന്ന് വിളിച്ചു. ദുഷ്ടാരൂപികളും യേശുവിനെ വിളിച്ചിരുന്നത് നസ്രായനായ യേശു എന്നാണ്. ഉത്ഥാനത്തിൽ മാലാഖമാരും യേശുവിനെ നസ്രായൻ എന്ന് വിളിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 6-ാം തിരുവചനം. യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ അവസാന കാലത്ത് യേശുവിനെ പരിഹസിക്കുവാനായി നസ്രായൻ എന്ന പേര് ഉപയോഗിച്ചു. യഹൂദർ യേശുവിന് നേരെ തങ്ങളുടെ വിദ്വേഷവും അസൂയയും പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ച പദം നസ്രായൻ എന്നതാണ്. പ്രധാന പുരോഹിതൻ്റെ പരിചാരിക നസ്രായൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. യേശുവിൻ്റെ ശത്രുക്കൾ വിരോധം നിമിത്തം നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതി കുരിശിൽ പതിപ്പിക്കുന്നതിന് പീലാത്തോസിനെ പ്രേരിപ്പിച്ചു. യേശുവിൻ്റെ മരണശേഷവും നസ്രായൻ എന്ന പേര് ഉപയോഗിച്ചിരുന്നു. ആദിമ ക്രൈസ്തവർ
നസ്രായ പക്ഷക്കാർ എന്നറിയപ്പെട്ടിരുന്നു. യേശു ശിഷ്യന്മാർ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം നസ്രായനായ യേശു എന്ന് ഉപയോഗിച്ചിരുന്നു. നസറേത്ത് എന്ന സ്വദേശത്തും ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ശാബത്ത് ദിവസം സിനഗോഗിൽ പഠിപ്പിച്ചിരുന്ന യേശു സബാത്തിയോൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ശാബത്ത് എന്ന പദത്തിൻ്റെ ഉത്ഭവം. സബാത്തിയോൻ എന്നതിന് അർത്ഥം വിശ്രമിക്കുക, ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ്. ജോലി വേലകളിൽ നിന്ന് അകന്ന് ദൈവ ശുശ്രൂഷയ്ക്കായി നീക്കിവെച്ചിരിക്കുന്ന ദിവസമാണ് ശാബത്ത്. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദൈവം വിശ്രമിച്ച 7-ാം ദിവസമാണ് ശാബത്ത്. ശാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്നത് പഴയ നിയമത്തിൽ ദൈവകൽപ്പനയാണ്. മനുഷ്യനും മൃഗങ്ങളും വേല ചെയ്യാത്ത ദിനം ശാബത്ത്. ശാബത്ത് സന്തോഷത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ആരാധനയുടെയും ദിനമാണ്. വെള്ളിയാഴ്ച സൂര്യാസ്തമനം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമനം വരെയാണ് ശാബത്തിൻ്റെ ദൈർഘ്യം. ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലിയരെ ദൈവമായ കർത്താവ് ശക്തമായ തൻ്റെ കരം നീട്ടി രക്ഷിച്ചതിൻ്റെ സ്മരണയാണ് ശാബത്ത്. ശാബത്ത് ദൈവത്തിനും ദൈവജനത്തിനുമിടയിൽ എക്കാലവും നിലനിൽക്കേണ്ട ഒരടയാളവും ഓർമ്മയുമാണ്. ദൈവത്തിന് ഇസ്രായേൽ ജനവുമായുള്ള ഉടമ്പടി ബന്ധത്തെ അനുസ്മരിപ്പിക്കുന്ന അടയാളമാണ് ശാബത്ത്. ശാബത്തിനെ സന്തോഷദായകവും ബഹുമാന്യവുമായി കണക്കാക്കണമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. യേശു എല്ലാ ശാബത്തിലും യഹൂദരുടെ സിനഗോഗിൽ പോകുകയും തിരുലിഖിതങ്ങൾ വായിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. എല്ലാ യഹൂദരെയും പോലെ യേശുവിന് ശാബത്ത് ഒരു വിശുദ്ധ ദിനമായിരുന്നു. ശാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാബത്തിന് വേണ്ടിയല്ല എന്ന യേശുവിൻ്റെ പ്രസ്താവന ശാബത്തിനോട് ഒരുവൻ സ്വീകരിക്കേണ്ട മനോഭാവം വ്യക്തമാക്കുന്നതാണ്. ശാബത്ത് നന്മ ചെയ്യുന്നതിന് അനുയോജ്യമായ ദിവസമാണ്. ശാബത്തിൽ സൗഖ്യം നൽകുന്ന യേശു തന്നെ തന്നെ ശാബത്തിൻ്റെ കർത്താവായി ചിത്രീകരിക്കുന്നു. ആദിമ ക്രിസ്ത്യാനികൾ മറ്റ് യഹൂദരെ പോലെ ശാബത്ത് ആചരിച്ചിരുന്നു. ശാബത്ത് ദിനത്തിൽ സിനഗോഗിൽ പോയി വിശുദ്ധ പൗലോസ് ശാബത്ത് ആചരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കാലക്രമേണ വിജാതി ക്രിസ്ത്യാനികളുടെ വരവോടുകൂടി ശാബത്ത് ഞായറാഴ്ച ആചരണമായി മാറി. ക്രിസ്തുനാഥൻ്റെ ഉയിർപ്പും പ്രത്യക്ഷപ്പെടലും അപ്പം മുറിക്കലും ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാക്കി മാറ്റി. സൂനഗോഗെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സിനഗോഗ് എന്ന പദം രൂപം പ്രാപിച്ചത്. ഒന്നിച്ചു കൂടുക, ഒരുമിച്ച് കൂട്ടുക എന്നർത്ഥം. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വിശുദ്ധ ലിഖിതങ്ങളുടെ പഠനത്തിനുമായി യഹൂദർ ഒരുമിച്ച് കൂടിയിരുന്ന സ്ഥലമാണ് സിനഗോഗ്. BC 587 ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ട് ദേവാലയ കേന്ദ്രീകൃത ആരാധനാനുഷ്ഠാനങ്ങൾ അസാധ്യമായതാണ് സിനഗോഗുകൾക്ക് ജന്മം നൽകിയത്. ആദ്യകാല സിനഗോഗുകൾ ഗാർഹിക സമ്മേളനങ്ങളായിരുന്നു. ബാബിലോൺ പ്രവാസകാലം സിനഗോഗുകൾക്ക് ജന്മം നൽകി. ആദ്യകാല സിനഗോഗുകൾ പലസ്തീനയ്ക്ക് പുറത്താണ് സ്ഥാപിച്ചിരുന്നത്. മോശയാണ് സിനഗോഗുകൾ സ്ഥാപിച്ചത് എന്നാണ് താർഗുമിൻ്റെ ഭാഷ്യം. ചരിത്രകാരനായ ജോസേഫൂസും ഇപ്രകാരം പറയുന്നുണ്ട്. സിനഗോഗുകൾ സാർവത്രികമായത് യവന കാലഘട്ടത്തിലാണ്. ജെറുസലേമിന് അഭിമുഖമായാണ് സിനഗോഗുകൾ പണിതിരുന്നത്. ബലിയർപ്പണം ജെറുസലേം ദേവാലയത്തിൽ മാത്രമാണ് നിർവഹിച്ചിരുന്നത്. പുതിയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ജായിറോസ്, ക്രിസ്പൂസ്,
സൊസ്തേനസ് എന്നിവർ സിനഗോഗ് അധികാരികളായിരുന്നു. സിനഗോഗുകളിലെ ശുശ്രൂഷകളിൽ യേശു പതിവായി പങ്കെടുത്തിരുന്നു. സിനഗോഗിലെ പ്രവചന ഗ്രന്ഥ വായനയും വചനവ്യാഖ്യാനവും നടത്തുന്ന യേശുവിനെ നമുക്ക് കാണാം. സുവിശേഷ പ്രഘോഷണത്തിന് അപ്പോസ്തലന്മാർ സിനഗോഗുകൾ ഉപയോഗിച്ചിരുന്നു. ദമാസ്കസിലെ സിനഗോഗിലാണ് പൗലോസ് ആദ്യമായി വചനം പ്രസംഗിച്ചത്. സലാമിസിലെയും പിസീദിയായിലെയും അന്ത്യോക്യയിലെയും ഇക്കോണിയത്തിലെയും തെസലോനിക്കായിലെയും ബേരിയായിലെയും കോറിന്തോസിലെയും എഫേസോസിലെയും സിനഗോഗുകളിൽ പൗലോസ് പ്രസംഗിച്ചിട്ടുണ്ട്. ക്രൈസ്തവരുടെ കൂട്ടായ്മകൾ ആദ്യകാലത്ത് സിനഗോഗ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനം. സിനഗോഗ് ശുശ്രൂഷയോടൊപ്പം അപ്പം മുറിക്കൽ ശുശ്രൂഷയും ക്രിസ്ത്യാനികൾ നടത്തിയിരുന്നു. വിശുദ്ധ കുർബാനയുടെ വചന ശുശ്രൂഷ ഭാഗം സിനഗോഗ് ശുശ്രൂഷയിൽ നിന്ന് വന്നതാണ്. സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന യേശുവിൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ടു. ക്രിസ്തുവിൽ ആശ്ചര്യപ്പെട്ടവർ പറഞ്ഞ 5 കാര്യങ്ങൾ: 1, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? 2, ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? 3, എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്? 4, ഇവൻ മറിയത്തിൻ്റെ മകൻ, യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനായ മരപ്പണിക്കാരനല്ലേ? 5, ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? അവർ യേശുവിൽ ഇടറി. യേശു സ്വദേശത്ത് തിരസ്കരിക്കപ്പെടുന്ന സംഭവം യഹൂദ മതനേതൃത്വത്തിൽ നിന്നുണ്ടായ തിരസ്കാരത്തിൻ്റെ തുടർച്ചയാണ്. വിജാതിയുടെ ഇടയിൽ അനുഭവിക്കാനിരുന്ന തിരസ്കാരത്തിൻ്റെ മുന്നോടിയാണിത്. 3 സമവീക്ഷണ സുവിശേഷങ്ങളിലും ഈ സംഭവം കാണാൻ കഴിയും. യേശു സ്വന്തം ജനത്താൽ തിരസ്കരിക്കപ്പെടുന്നതും പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നതും യേശുവിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും 4-ാം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാത്രീസ എന്ന ഗ്രീക്ക് വാക്കിന് സ്വന്തം രാജ്യമെന്നും സ്വന്തം സ്ഥലമെന്നും സ്വന്തം നാടെന്നും അർത്ഥമുണ്ട്. യേശു സിനഗോഗിൽ പഠിപ്പിച്ചിരുന്നു എന്നത് സിനഗോഗ് അധികാരികൾ യേശുവിനെ ഒരു റബ്ബിയായി അംഗീകരിച്ചിരുന്നു എന്നതിന് തെളിവാണ്. എന്നാൽ ഈ 5 ചോദ്യങ്ങൾ സാധാരണക്കാരനായി അവർ കരുതിയ യേശുവിൽ ദർശിച്ച അസാധാരണ ജ്ഞാനവും ശക്തിയും തിരസ്കരിക്കലിന് കാരണമായി. മറിയത്തിൻ്റെ മകൻ എന്നത് നസറേത്തുകാർ യേശുവിനെ വിശേഷിപ്പിക്കുന്ന വിളിപ്പേരാണ്. മക്കൾ പിതാവിൻ്റെ പേര് ചേർത്ത് വിളിക്കപ്പെടുന്ന ഒരു പാരമ്പര്യത്തിൽ മറിയത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ കാരണം ഒന്നുകിൽ യേശുവിൻ്റെ പൈതൃകത്തെക്കുറിച്ചുള്ള അവ്യക്തത, അല്ലെങ്കിൽ പുരുഷ സംസർഗമില്ലാതെ കന്യകമറിയത്തിൽ നിന്നുള്ള യേശുവിൻ്റെ ജനനത്തെ സ്വദേശക്കാർ അംഗീകരിക്കുന്നു. മറിയത്തിൻ്റെ മകൻ എന്ന വിശേഷണം കന്യകാമറിയത്തിൽ പരിശുദ്ധാത്മാവിലുണ്ടായ മാതൃത്വത്തെ സൂചിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ജോസഫ് വളർത്തുപിതാവ് മാത്രമാണെന്ന് സമർത്ഥിക്കുന്നു. മറിയത്തിൽ മാംസം ധരിച്ച യേശു പുരുഷ സംസർഗമില്ലാതെ മനുഷ്യാവതാരം ചെയ്ത മെശിഹായാണെന്ന് വ്യക്തമാക്കുന്നു. യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവർ യേശുവിൻ്റെ കസിൻ സഹോദരങ്ങളാണ്. മറിയത്തിൻ്റെ മകൻ എന്ന വിശേഷണം മറിയത്തിന് ഒരു മകൻ യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിന് തെളിവാണ്. യേശുവിൻ്റെ പിതാവ് ദൈവമാണെന്ന് ഈ പേര് സമർത്ഥിക്കുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച്
മകൻ പിതാവിൻ്റെ പേരിലാണ് അറിയപ്പെടുക. പതിവിന് വിരുദ്ധമായ പദപ്രയോഗം മറിയത്തിൻ്റെ മകൻ. യേശുവിൻ്റെ സഹോദരന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഇവർ വളർത്തുപിതാവ് ജോസഫിൻ്റെ സഹോദരപുത്രന്മാരാണ്. മറിയം എന്ന പേര് മോശയുടെ സഹോദരി പ്രവാചിക മറിയത്തെ അനുസ്മരിപ്പിക്കുന്നു. യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരുടെയും പിതാവാണ്. യോസെ യാക്കോബിൻ്റെ മക്കളിൽ ഏറ്റവും ഇളയ ജോസഫാണ്. യൂദാസ് യേശുവിൻ്റെ ഗോത്രമായ യൂദാ ഗോത്രത്തിൻ്റെ പിതാവാണ്. ഇത് സൂചിപ്പിക്കുന്നത് യഹൂദ ഭവനങ്ങളിൽ തങ്ങളുടെ കുട്ടികൾക്ക് ഗോത്രപിതാക്കന്മാരുടെ പേരാണ് നൽകിയിരുന്നത് എന്നാണ്. സെമിറ്റിക് ശൈലി അനുസരിച്ച് സഹോദരൻ സഹോദരി എന്ന പദം ഒരേ മാതാപിതാക്കൾക്ക് പിറന്നവർക്ക് മാത്രമല്ല, മരുമകൻ മരുമകൾ, അർത്ഥ സഹോദരൻ അർത്ഥ സഹോദരി എന്നിവരെയെല്ലാം സൂചിപ്പിക്കുന്നു. മർക്കോസ് സുവിശേഷത്തിലല്ലാതെ മറ്റെങ്ങും യേശുവിനെ മരപ്പണിക്കാരനെന്ന് വിശേഷിപ്പിക്കുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 55-ാം തിരുവചനം, അവിടെ പറയുകയാണ് മരപ്പണിക്കാരൻ്റെ മകൻ എന്ന വിശേഷണം കാണാനാവും. അതിപരിചയം അവജ്ഞ ജനിപ്പിക്കുമെന്ന ചൊല്ല് യേശുവിൽ നിവൃത്തിയായി. തന്നെ തിരസ്കരിക്കുന്ന സ്വന്തക്കാർക്ക് യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് പ്രവാചകനായിട്ടാണ്. പ്രവാചകൻ അവമതിക്കപ്പെടുന്ന ഇടം സ്വദേശവും ബന്ധുജനമധ്യത്തിലും സ്വഭവനത്തിലുമാണ്. ഒരു വൈദ്യനും സ്വന്തം ബന്ധുക്കളെ സുഖപ്പെടുത്തുന്നില്ല എന്ന ചൊല്ല് അക്കാലത്ത് യഹൂദരുടെ ഇടയിൽ സർവ്വസാധാരണമായിരുന്നു. രോഗികൾക്ക് തങ്ങളുടെ ബന്ധുക്കളായ വൈദ്യരിൽ വിശ്വാസം കുറവായിരുന്നു. ബന്ധുക്കളായ വൈദ്യരിൽ വിശ്വാസം കുറവായിരുന്നു രോഗികൾക്ക്. വൈദ്യരിൽ വിശ്വാസമില്ലാത്ത രോഗിയെ സുഖപ്പെടുത്തുക ദുഷ്കരമാണ്. രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുന്ന യേശു ദൈവകരത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നു. നസ്രയത്തിൽ അധികം രോഗസൗഖ്യം നടക്കാത്തതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാകാഞ്ഞതും നസ്രയത്തുകാരുടെ വിശ്വാസക്കുറവിനെ വെളിപ്പെടുത്തുന്നു. സമാന്തര സുവിശേഷങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയോ വിശ്വസിക്കുന്നവരുടെ അഭ്യർത്ഥന അനുസരിച്ചോ ആണ് യേശു രോഗശാന്തി നൽകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിശ്വാസം ജനിപ്പിക്കുന്നതിനോ വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടിയോ ആണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. തച്ചൻ മരപ്പണിക്കാരൻ ദൈവപുത്രനായിരുന്നു എന്ന് വിശ്വസിക്കാൻ നസ്രയത്തുകാർക്കായില്ല. 30 വർഷം പ്രായമായ യുവാവ് മരം മുറിച്ചും ചിന്തേരിട്ടും വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കിയും നസ്രയത്തിൽ ഒതുങ്ങിക്കൂടിയ മരപ്പണിക്കാരൻ 3 വർഷത്തെ പരസ്യ ജീവിതം കൊണ്ട് ലോകം ദൈവപുത്രനെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും നസ്രയത്തുകാർക്ക് വിശ്വാസമായില്ല. നസ്രയത്ത് നിവാസികളുടെ അവിശ്വാസം ഇന്നും ലോകത്ത് തുടരുന്നു. വിശ്വാസമില്ലെങ്കിൽ യേശുവിൻ്റെ ശക്തി അനുഭവവേദ്യമാവുകയില്ല. യേശുവിനോടൊത്തുള്ള ചിരപരിചയം, നസ്രയത്തിലെ അവിശ്വാസം നമുക്ക് സമ്മാനിക്കാതിരിക്കാൻ ജാഗരൂകരായിരിക്കാം. നസ്രയത്ത് അവിശ്വാസം പ്രകടിപ്പിച്ചപ്പോഴും യേശു ശിഷ്യർ അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ ദിവസം വചനം പഠിക്കലിൻ്റെയും പഠിപ്പിക്കലിൻ്റെതുമാണ്. യേശു ശാബത്ത് ദിനം സിനഗോഗിൽ പഠിപ്പിച്ചു. അനന്ത സർവജ്ഞാനിയായ സൃഷ്ടാവിൻ്റെ വാക്കുകളിൽ സൃഷ്ടി ആശ്ചര്യപ്പെട്ടു. ശക്തനായവൻ്റെ കരം പ്രകടിപ്പിക്കുന്ന വലിയ കാര്യങ്ങളാണ് ഓരോ ദിനവും പ്രപഞ്ച സത്യമായി നമ്മുടെ മുൻപിലെത്തുന്നത്. മറിയത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ ഏകജാതൻ, കുരിശോളം അവിശ്വാസികൾ ഇടറിയ ജീവിതമാണ്.
യേശുവിൻ്റെ സൗഖ്യദായകമായ കരം രോഗശാന്തിയും അത്ഭുതവും യേശു ദൈവപുത്രനാണെന്ന് സമർത്ഥിക്കുന്നു. നസറേത്ത് നിവാസികളുടെ വിശ്വാസരാഹിത്യം യേശുവിനെ വിസ്മയിപ്പിച്ചു. പരമ്പരാഗത ക്രിസ്ത്യാനികളുടെ യേശുവിനുള്ള ചിരപരിചയം നസറേത്ത് സമ്മാനിക്കുന്ന അവിശ്വാസമായും തിരസ്കരണമായും വളരാൻ അനുവദിക്കരുത്. അവിശ്വാസം നിലനിൽക്കുന്നിടത്ത് ദൈവകരം പ്രവർത്തിക്കുന്നില്ല. ദൈവവിശ്വാസം അനുഗ്രഹത്തിൻ്റെ മണ്ണാണ്. വിശ്വാസരാഹിത്യം വരുത്തിവെച്ച വിന ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളാണ് 3 നോമ്പ്. നിനവേ നിവാസികൾ വിശ്വാസത്തിലേക്കുള്ള പാത തെളിയിച്ചത് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും വഴികളിലൂടെ അനുതാപവും മാനസാന്തരവും സ്വീകരിച്ചാണ്. അഗ്നിമയനായ വിശുദ്ധ ഇഗ്നാത്തിയോസ് നോമ്പിനെയും ഉപവാസത്തെയും സ്നേഹിച്ച താപസശ്രേഷ്ഠനായിരുന്നു. 3 നോമ്പ് അഥവാ നിനവേ നോമ്പ് ഞായറാഴ്ച വൈകിട്ട് തിങ്കൾ സന്ധ്യയുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. 2-ാം ദിവസമായ ചൊവ്വാഴ്ച ഉപവാസ ദിനമാണ്. വ്യാഴാഴ്ച രാവിലെ പെരുന്നാളിന് തുല്യമായ വിശുദ്ധ കുർബാനയോടെയാണ് 3 നോമ്പ് സമാപിക്കുന്നത്. 3 നോമ്പ് വലിയ നോമ്പിന് മുന്നോടിയായുള്ള അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ദിനങ്ങളാണ്, അഥവാ ഒരുക്ക ദിനങ്ങളാണ്. മായൽത്തോ പെരുന്നാളും 3 നോമ്പ് വീടലും ഫെബ്രുവരി 2-ാം തീയതി വ്യാഴാഴ്ചയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നോമ്പിനെയും ഉപവാസത്തെയും സ്നേഹിക്കുന്നതിനും അനുതാപവും മാനസാന്തരവും സ്വന്തമാക്കി വിശ്വാസ ജീവിതത്തിൽ നിന്നെ അനുഗമിക്കുന്നതിനും എന്നെ ശക്തനാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.